ശ്രീലകത്തിന്റെ മുറ്റം കുറച്ചു നേരം കൊണ്ട് തന്നെ ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞുപോയി. കരച്ചിലുകളുടെ ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ അത് കണ്ടു നിന്നവരുടെ മനസ്സും വിതുമ്പാൻ തുടങ്ങി. ശ്രീലകത്തിന്റെ വരാന്തയിൽ വെള്ളമുണ്ടിൽ പൊതിഞ്ഞ് കൃഷ്ണൻ നായരുടെയും പ്രഭാവതിയുടെയും മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുന്നു. അവരുടെ മൂക്കുകളിൽ ചെറിയ പഞ്ഞുതുണ്ടുകൾ വെച്ചിട്ടുണ്ട്. താടിയെ ഒതുക്കി നിർത്താൻ തല ചുറ്റി ഒരു വെള്ള തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നു. കൃഷ്ണന്റെയും പ്രഭാവതിയുടെയും മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വസുന്ധര. അവളെ ആശ്വസിപ്പിക്കാൻ മാലതി തൊട്ടടുത്തായി ഇരിപ്പുണ്ട്. ലക്ഷ്മിക്കുട്ടി പൊട്ടിക്കരയുമ്പോൾ അവരെ ലേഖ ചേർത്തു പിടിച്ചു. ദ്വാരകയിലെ രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും സാവിത്രിയും വസുവിനും ലക്ഷ്മിക്കുട്ടിക്കും അരികിൽ തന്നെയിരുന്നു. ദാസനും ആനന്ദും നിറ കണ്ണുകളോടെ അവിടെ നിൽപ്പുണ്ട്. അജയും ഹരിയും അവരുടെ കൂടെ തന്നെ നിന്നു. അവിടുത്തെ ചടങ്ങുകളും മറ്റും നോക്കി നടത്താൻ രഘുരാമൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ ഒപ്പം ഭരതനും. ആചാരങ്ങൾ ഒന്നൊന്നായി അവസാനിച്ചു. എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി കൃഷ്ണന്റെയും പ്രഭാവതിയുടെയും ചിതയിൽ തീ കൊളുത്തിയ നിമിഷം ദാസനും ആനന്ദും അടക്കി വെച്ച ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞു. അവർക്ക് സ്വാന്തനം നൽകി രഘുരാമൻ കൂടെ നിന്നു. തങ്ങളുടെ മാമയെ കൊന്നവന്റെ കരങ്ങളിലാണ് അവർ ആശ്വാസം കണ്ടെത്തിയത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പുറമേ ദുഃഖത്തിന്റെ മുഖം ധരിച്ചുവെങ്കിലും രഘുരാമന്റെയും ഭരതന്റെയും ഉള്ളിൽ സന്തോഷം പതുക്കെ വിരിയുകയായിരുന്നു. വസുവിന്റെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ദ്വാരകയിലെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടി വന്നു. രഘുരാമനും ഭരതനും അതൊരു തിരിച്ചടിയായി. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം അവർ മറന്നുപോയിരുന്നു. അങ്ങനെ കൃഷ്ണൻ നായരുടെയും പ്രഭാവതിയുടെയും മരണക്രിയകളും അതിനോടനുബന്ധിച്ച എല്ലാ ചടങ്ങുകളും ഒന്നൊന്നായി അവസാനിച്ചു. അതുവരെ വസുന്ധരയും അജിയും ശ്രീലകത്ത് തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അധികം വൈകാതെ അവർ തിരികെ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. വസുന്ധര ഇപ്പോഴും മൗനത്തിൽ തന്നെയായിരുന്നു. അജി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഇരുന്നു. വസുവിന്റെ മൗനം ദ്വാരകയിലും പ്രതിഫലിച്ചു. രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും സാവിത്രിയും വസുവിന്റെ അവസ്ഥയിൽ തേങ്ങി. രുദ്രന്റെ കളിക്കൂട്ടുകാരി മൗനത്തിലായതും അവനും അത് സങ്കടമായി. എന്നാൽ രഘുരാമൻ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകളുടെ പുറകെയായിരുന്നു. തന്റെ ആഗ്രഹം എത്രയും വേഗം നിറവേറ്റാൻ അവൻ തിടുക്കം കൂട്ടി. ദ്വാരകയിൽ മറ്റാരോടും പറയാതെ രഘുരാമൻ കുടുംബക്ഷേത്രത്തിലെ തിരുമേനിയെ പോയി കണ്ടു. മുടങ്ങിപ്പോയ ചടങ്ങ് നടത്താൻ നല്ലൊരു ദിവസം അവൻ തിരുമേനിയെ കൊണ്ട് കുറിപ്പിച്ചു. എല്ലാം പ്രതീക്ഷിച്ച പോലെ നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ അവൻ ദ്വാരകയിൽ തിരികെ എത്തി. ആ അമ്മേ, ഞാൻ ഇന്ന് തിരുമേനിയുടെ അടുത്തേക്ക് പോയിരുന്നു. മുടങ്ങിയ ചടങ്ങ് നടത്താൻ തിരുമേനി പറഞ്ഞു. അതിനുള്ള ദിവസവും കുറിച്ചു തന്നു. ഇന്നേക്ക് 5-ാം ദിവസം വൈകിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഉണ്ടാവണം. രഘുരാമൻ ഇന്ദുലക്ഷ്മിയോട് പറയുമ്പോ സാവിത്രിയും രാജേശ്വരിയും അവിടെ ഉണ്ടായിരുന്നു. മോനെ, അതിപ്പോ എങ്ങനെയാ? വസു അവൾ ഇപ്പോഴും വിഷമത്തിലാ. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ വേണോ? രാജേശ്വരി ആശങ്കയോടെ ചോദിച്ചതും രഘുരാമൻ അവരെ നോക്കി. അതെ ഏട്ടാ, കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. വസു ഇപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോ തന്നെ ഈ ചടങ്ങുമായി നമ്മൾ അവളുടെ മുന്നിൽ ചെന്നാ ആ കുട്ടിക്ക് അത് കൂടുതൽ വിഷമമാകില്ലേ? ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല. ഹ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ യാദൃശ്ചികമായി ക്ഷേത്രത്തിന്റെ അടുത്തുകൂടി മറ്റൊരിടത്തേക്ക് പോയപ്പോ ഒന്ന് തൊഴാൻ കയറിയതാ. അപ്പോ തിരുമേനി തന്നെയാ എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചത്. ഈ കുടുംബത്തിലേക്ക് കയറി വന്ന കുട്ടിയാണ് വസുന്ധര. അവളെ ആചാരപ്രകാരം എല്ലാ ചടങ്ങുകളോടെയും നമ്മൾ സ്വീകരിക്കണ്ടേ? അത് മാത്രമല്ല, ഈയിടെയായി നമുക്ക് എല്ലാവർക്കും അനിഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കാറ്. അത് നമ്മുടെ ദേവി കോപിക്കുന്നതിന്റെ ഫലമാണത്രേ. കുടുംബത്തിൽ പുതിയൊരംഗം വന്നിട്ടും ദേവിയുടെ അനുഗ്രഹം വാങ്ങാത്തതിന്റെ കോപം ദ്വാരകയിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തിരുമേനി എന്നോട് സൂചിപ്പിച്ചപ്പോ
ഞാൻ സമ്മതം മൂളി. അതായിരുന്നില്ലേ വല്യമ്മേ ശരി? രഘുരാമന്റെ കുതന്ത്രത്തിൽ വീണുപോയ രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും സാവിത്രിയും അവൻ പറഞ്ഞത് വാസ്തവമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരു വേള അങ്ങനെ ദൈവകോപം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കാനും തുടങ്ങി. നിങ്ങൾ സമാധാനത്തോടെ വേണം കാര്യങ്ങൾ വസുന്ധരയോട് പറയാൻ. അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വസുവിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം. അജിയോട് ഞാൻ തന്നെ വിവരങ്ങളെല്ലാം പറയാം. എന്താ, അത് പോരെ? രഘുരാമൻ പറഞ്ഞതെല്ലാം ശരിവെച്ചുകൊണ്ട് അവർ അവിടെ നിന്നു. എല്ലാം പറഞ്ഞതിനു ശേഷം രഘുരാമൻ അകത്തേക്ക് കയറിപ്പോയതും അവർ 3 പേരും ഓരോന്നാലോചിച്ച് അങ്ങനെ നിന്നു. രഘുരാമൻ ചടങ്ങുകളെപ്പറ്റി അജിയോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അജിയും സമ്മതം അറിയിച്ചു. പിന്നീട് അജിയും രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും സാവിത്രിയും ചേർന്ന് വസുന്ധരയോട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അവൾക്കത് ഉൾക്കൊള്ളുവാൻ പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് അവൾ തന്റെ സമ്മതവും അറിയിച്ചു. അങ്ങനെ രഘുരാമന്റെ തന്ത്രം വിജയിച്ചതിന്റെ സന്തോഷം അവനിൽ ഉടലെടുത്തു. അമ്മേ, നാണിയമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിരിക്കുന്നു. ദാ ഇപ്പൊ പുറകുവശത്ത് ഞാനും നാണിയമ്മയും ചേർന്ന് പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു. പെട്ടെന്ന് നാണിയമ്മ താഴേക്ക് വീണു. ഞാൻ നോക്കിയപ്പോ നാണിയമ്മ വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. തല ചുറ്റുന്നു എന്നാ നാണിയമ്മ പറഞ്ഞത്. ഞാൻ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിയിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. സാവിത്രി ഇന്ദുലക്ഷ്മിയോട് പറയുമ്പോ അവർ ഞെട്ടലോടെ നിന്നു. എന്റെ ദേവി, മോളെ, രഘുരാമൻ ഇല്ലേ ഇവിടെ? അവനോട് പറ നാണിയമ്മയെ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകാൻ. കുറച്ചു ദിവസമായിട്ട് നാണിയമ്മയ്ക്ക് തീരെ വയ്യ. ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാ നാണിയമ്മ കേൾക്കില്ല. മോള് ചെല്ല്, രഘുരാമനോടൊന്ന് വേഗം വരാൻ പറയൂ. ഞാൻ നാണിയമ്മയുടെ അടുത്തുണ്ടാവും. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദുലക്ഷ്മി നാണിയുടെ അടുത്തേക്ക് പോയി. തലമുറകളായി നാണിയുടെ കുടുംബം തന്നെ ആയിരുന്നു ദ്വാരകയിലെ ബാല്യക്കാർ. അതുകൊണ്ട് തന്നെ നാണിയെ അവർ ദ്വാരകയിലെ ഒരംഗത്തിനെ പോലെ തന്നെ കണക്കാക്കി. അവരുടെ മക്കളെ ഈ തൊഴിലിലേക്ക് വലിച്ചിഴയ്ക്കാതെ അവരെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം രാജേശ്വരിയും ഇന്ദുലക്ഷ്മിയും കൂടി ഏറ്റെടുത്തിരുന്നു. സാവിത്രി രഘുരാമനെയും കൂട്ടി വന്നപ്പോ നാണി അവശയായി കിടക്കുന്നതാണ് അവർ കണ്ടത്. നാണിയമ്മേ, എഴുന്നേക്ക്. ദാ രഘുരാമൻ വന്നു. നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകാം. വേണ്ട മോളെ, എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടന്നാ മാത്രം മതി. ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. തളർച്ചയോടെ അവർ അത് പറയുമ്പോ സാവിത്രിയും ഇന്ദുലക്ഷ്മിയും അവരെ നിർബന്ധിച്ചു. പക്ഷേ നാണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോഴാണ് വസുന്ധര അവിടേക്ക് വന്നത്. എന്തു പറ്റി നാണിയമ്മയ്ക്ക്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചതും സാവിത്രി എല്ലാം വിശദീകരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ വസുന്ധര നാണിയുടെ തൊട്ടടുത്തായി വന്നു നിന്നു. ആശുപത്രി പോകുന്നില്ലെങ്കിൽ വേണ്ട, നാണിയമ്മ വിശ്രമിച്ചോളൂ. ഈ ക്ഷീണവും തളർച്ചയും ഒക്കെ മാറിയതിനു ശേഷമേ നാണിയമ്മ ഏതൊരു ജോലിയും ചെയ്യാവുള്ളൂ. അതുവരെ വിശ്രമിക്കണം, മനസ്സിലായോ? വസു പറഞ്ഞതും നാണി തലയാട്ടി കാണിച്ചു. വല്യമ്മേ, നാണിയമ്മ കിടക്കട്ടെ. നാണിയമ്മയ്ക്ക് ഇപ്പോ ആവശ്യം ശരിയായ ഉറക്കവും വിശ്രമവുമാണ്. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം. കണ്ടില്ലേ, കണ്ണുകൾ പോലും നന്നായി തുറക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കിടക്കട്ടെ. വസു പറഞ്ഞതും എല്ലാവരും നാണിയെ അവിടെ കിടത്തി. അവർ മുറിക്ക് പുറത്തേക്ക് പോയി. പാവം, വേദയെ സ്വപ്നം കണ്ട് പേടിച്ച അന്ന് മുതൽ നാണിയമ്മ ഇങ്ങനെയാണ്. ഉറക്കമൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. ഇനി വീണ്ടും അതേപോലെ സ്വപ്നം വല്ലതും കണ്ടു കാണുമോ? ഇന്ദുലക്ഷ്മി അത് പറയുമ്പോ രഘുരാമൻ അവരുടെ മുറിയിലേക്കൊന്ന് നോക്കി. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. നാണിയമ്മ വീണ്ടും എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാവണം. എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ. വസു പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് എല്ലാവരും അടുക്കളയിലേക്ക് പോയി. എന്നാൽ രഘുരാമൻ മറ്റെന്തോ ആലോചനയിലായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നതിനു ശേഷം അവൻ നാണിയുടെ മുറിയിലേക്ക് നടന്നു. എന്താ നാണിയമ്മേ, നിങ്ങള് വീണ്ടും
വേദയെ സ്വപ്നം കണ്ടോ? കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന നാണി വേദയുടെ പേര് കേട്ടതും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അവർ പരിഭ്രാന്തിയോടെ ചുറ്റിനും നോക്കി. രഘുരാമനെ കണ്ടതും പകുതി ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു നാണിയിൽ. ഓഹോ, അപ്പോ അത് തന്നെയാണ് ഈ ക്ഷീണത്തിന് പിന്നിൽ. നാണമില്ലേ നാണിയമ്മേ നിങ്ങക്ക്? അവൾ എന്റെ ബന്ധനത്തിൽ തന്നെയാണെന്ന് അറിഞ്ഞിട്ടും ഓരോ സ്വപ്നം കണ്ട് പേടിക്കാൻ. ഛേ! രഘുരാമൻ പറഞ്ഞതും നാണി അവനെ ദയനീയതയോടെ നോക്കി. എനിക്കറിയാം കുഞ്ഞെ, അവൾ മോന്റെ ബന്ധനത്തിൽ തന്നെയാണെന്ന്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം. അന്ന് എനിക്ക് സംഭവിച്ചത് എന്റെ തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ ആ സംഭവത്തിന് ശേഷം എനിക്ക് ഭയമാണ്. ഇരുട്ടിനെ, കാറ്റിനെ, ചെറിയ ശബ്ദങ്ങളെ, എല്ലാം എനിക്കിപ്പോ ഭയമാണ്. കണ്ണടയ്ക്കുമ്പോ മുന്നിൽ അവളുടെ മുഖം മാത്രം. എന്നെ നാണി എന്ന് വിളിച്ച് കൂർത്ത പല്ലുമായി എന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന വേദാൻഷി. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ ഭ്രാന്ത്? രഘുരാമൻ ദേഷ്യത്തോടെ ഉച്ചത്തിൽ അവരോടായി പറഞ്ഞതും നാണി ഭയത്തോടെ അവരെ നോക്കി. വേദാൻഷി അവിടെ ആ അറയ്ക്കുള്ളിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. അവൾ ഇതുവരെയും മോചിതയായിട്ടില്ല. ഇനിയും ഇതുപോലെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വല്ലതും സ്വപ്നം കണ്ട് ഇതുപോലെ പിച്ചും പേയും പറഞ്ഞ ഇതുവരെ കണ്ട രഘുരാമന്റെ മുഖമായിരിക്കില്ല ഇനി നിങ്ങൾ കാണുന്നത്. അറിയാലോ എന്നെ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. ദാ കുടുംബക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കൊണ്ട് ചടങ്ങിന്റെ തീയതി കുറിപ്പിച്ച് വന്നതാ ഞാൻ. ഇന്നേ 5-ാം ദിവസം വസുന്ധരയെ എന്റെ കിടക്കയിൽ കിട്ടണം. അതുകൊണ്ട് ഈ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറ്റണം. ഈ അവസരം നഷ്ടപ്പെടുത്തിയ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. മനസ്സിലായോ? ഒരു താക്കീതോടെ രഘുരാമൻ അത് പറയുമ്പോ നാണി ചെറിയ ഭയത്തോടെ തലയാട്ടി. രഘുരാമൻ അവരെ തുറച്ചു നോക്കിയതിനു ശേഷം മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. നാണി കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച ശേഷം പതിയെ ഉറങ്ങാനും തുടങ്ങി. നാണിയമ്മേ, തന്നെ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പിന്നീട് നാണി ഉണരുന്നത്. നാണി പതിയെ കണ്ണുകൾ തുറന്നു. നന്നായി ഉറങ്ങിയോ നാണിയമ്മേ? വസുന്ധര ചെറിയ ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. ആ, മോളായിരുന്നോ? കുറച്ചു നേരം ഒന്ന് മയങ്ങി. നാണി പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ആ, മിടുക്കി. ഇനി അത്താഴമൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഉറങ്ങാം. വസുന്ധര നാണിയേയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് കുറച്ചു നേരം സന്തോഷത്തോടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് അജി വസുവിനെ വന്ന് വിളിക്കുന്നത്. അവൾ അജിയുടെ അടുത്തേക്ക് പോയി. അമ്മേ, വസുവിന് പെട്ടെന്നൊരു മാറ്റം വന്നതുപോലെ തോന്നുന്നില്ലേ? ഇന്ന് രാവിലെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങിന്റെ കാര്യം പറയുമ്പോഴും അവൾ മൂകതയിലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവൾ ആകെ മാറി. ആ പഴയ ചിരിയൊക്കെ എന്റെ കുട്ടിയുടെ മുഖത്ത് വിരിഞ്ഞു. സാവിത്രി സന്തോഷത്തോടെ പറയുമ്പോ ഇന്ദുലക്ഷ്മിയും അതോർത്തു. അതെ, ഞാനും അത് പറയാൻ വരുമായിരുന്നു. കൃഷ്ണൻ നായരും പ്രഭാവതിയും മരിച്ചതിനു ശേഷം അവൾ ഇപ്പോഴാ ചിരിക്കുന്നത്. ആ, എന്തായാലും നന്നായി. അതെ, എന്റെ മക്കൾക്ക് മാത്രം ഈ ദുഃഖം ഉണ്ടാവുന്നത് കാണുമ്പോ എന്റെ നെഞ്ച് പിടയുകയായിരുന്നു. രഘുരാമൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ പല അനർത്ഥങ്ങളും നടക്കുന്നത് ചിലപ്പോ ദൈവകോപമാവാം. അന്ന് ഗോവർദ്ധനൻ തിരുമേനിയും ഇത് തന്നെയല്ലേ പറഞ്ഞേ? എല്ലാത്തിനും പരിഹാരമുണ്ടാവണമെങ്കിൽ വേദയുടെ പ്രതികാരം പൂർത്തിയാകണം. അങ്ങനെ ചിന്തിക്കുമ്പോ അവളെ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഒരു മോഹം. എന്റെ കുട്ടികളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുമല്ലോ. രാജേശ്വരി അത് പറയുമ്പോ നാണി ഒരു ഞെട്ടലോടെ രാജേശ്വരിയെ നോക്കി.